ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പല പല സാധനങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ അച്ഛൻ ചെയ്യാട്ടെ, എൻ്റെ അച്ഛൻ. അപ്പോൾ ഈ മുന്നിൽ എന്താ പറയുക, ഈ സാധനത്തിന് മുന്നിൽ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ അളവ് കറക്റ്റാണോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഏട്ടൻ കേട്ടോ. ഇത് അച്ഛൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് ഉണ്ടാക്കിയൊരു സാധനമാണ്. അത് പിള്ളേർക്ക് ഇങ്ങനെ പിടിച്ച് കയറാനും തൂങ്ങി കളിക്കാനും ആ ഒരു അവരുടെ എന്തൊക്കെയോ എന്തായാലും പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പേര് ഞാൻ ഏട്ടനോട് ചോദിച്ചാൽ ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ആ സാധനമാണ് ഉണ്ടാക്കിയത്. ഒറ്റ ദിവസം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കി. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ പെയിൻ്റ് അടിയാണ്. എന്നിട്ട് നമുക്ക് പുതിയ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നമ്മുടെ ഒരു റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മുടെ അതായത് ആദ്യത്തെ ക്ലാസ് വൻകുളത്ത് വയലിലെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് 30 വർഷമായി നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോൾ നമുക്ക് അതിലൊരു റിസപ്ഷൻ കൗണ്ടറും കൂടി സെറ്റ് ചെയ്യുന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ഇരുമ്പിലാണോ റിസപ്ഷൻ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഇരുമ്പിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് അച്ഛൻ എന്തായാലും പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതായത് ഒരു മരത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്ന റിസപ്ഷൻ കൗണ്ടർ അല്ലെങ്കിൽ ഒരു ബോർഡിൽ ചെയ്തെടുക്കുന്ന റിസപ്ഷൻ കൗണ്ടറിൻ്റെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫിനിഷിങ്ങും മൊത്തം ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറയണമെന്നല്ല കേട്ടോ, കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് വേണ്ടുന്ന സാധനം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി റെഡിയായി. അപ്പോൾ ഇപ്പം അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ റിസപ്ഷൻ്റെ സംഭവമാണ് കേട്ടോ. ഇത് ഈ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസപ്ഷൻ കൗണ്ടർ ചെയ്യുന്നത് എൻ്റെ അച്ഛനും. അങ്ങനെ നമ്മുടെ കൗണ്ടറിൻ്റെ ഒരു ഫ്രെയിം, താഴത്തെ ഫ്രെയിം മാത്രമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് അച്ഛന് വേണ്ടത് റിസപ്ഷൻ കൗണ്ടർ. അപ്പോൾ നമ്മൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം കൺഫ്യൂഷൻ ആവില്ലേ. അപ്പോൾ എൻ്റെ അച്ഛൻ അത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുള്ള ഫ്രെയിമാണ് ഇപ്പോൾ സെറ്റാക്കി ഇറക്കണം. അതൊരു ബേസ് മാത്രമായിട്ടുള്ളൂ കേട്ടോ. വീഡിയോഗ്രാഫർ വരുന്നുണ്ട്. ഞാനൊന്ന് ഉറങ്ങി എണീച്ച് വരുമ്പോഴത്തേക്കും സംഭവം മാറി. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു രൂപ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചത്, പക്ഷേ ഇതിൽ പലതും അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇനിയും കുറേ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പുതിയ ക്ലാസ്സിലേക്കുള്ള സാധനം അച്ഛൻ പെയിൻ്റ് അടിക്കാൻ കേട്ടോ. ഇനി ഇത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം അവർക്ക് സീലിങ്ങിൽ പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ പോയി ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. എന്താണെന്നറിയോ പ്രശ്നം? എല്ലാ വീഡിയോയിലും ഒരേ ഡ്രസ്സാണ്. ഒറ്റ ദിവസം എടുത്ത പണി പോലെ ഉണ്ട്. അങ്ങനെ സംഭവം കൊണ്ട് ഏട്ടനും അച്ഛനും കൂടി ക്ലാസ്സിൽ പോയിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്കോ ആണ് കേട്ടോ ക്ലാസ്സിൽ. എന്തൊക്കെയോ സാധനങ്ങൾ കൊട്ടി നിറച്ചില്ലെങ്കിൽ എക്കോൻ്റെ കാര്യത്തിൽ പണി പാളും. ഇത്രയായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തട്ടിൻ്റെ ഒരു പീസാണ് കേട്ടോ ആ ബോർഡ് ഇങ്ങനെ കാണുന്നത്. പഴയ ബോർഡാണ്. നമ്മൾ അച്ഛൻ്റെ അതായത് എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ബോർഡാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളിലൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ അത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കും. അപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് തട്ട് വെക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തട്ട് ഞാൻ വിചാരിച്ചു ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, ജസ്റ്റ് ഒരു ഡെമി പോലെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അച്ഛൻ തട്ടൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഇത് ഒറ്റ ദിവസമല്ല കേട്ടോ, അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ തട്ട് വെക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമുണ്ട് അച്ഛൻ ചെയ്യുന്നത്. ഞാൻ വെച്ച് ജസ്റ്റ് തട്ട് മാത്രമായിരിക്കും ആ ഡ്രോവിൻ്റെ സ്ഥാനത്ത്. പക്ഷേ റിയലായിട്ട് ഈ ഡ്രോ ആണ് കേട്ടോ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതിൽ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അച്ഛൻ അടിപൊളിയായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോയൊക്കെ സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ചു. ഇനി നമുക്കിത് നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഓട്ടോ ആണ്. അപ്പോൾ അച്ഛൻ അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം അച്ഛനിവിടെ പണിയെടുക്കുമ്പോൾ വിളിക്കുന്ന ആൾ തന്നെയാണ്, ചേട്ടൻ തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ഈ വാഴയുടെ ഇടയിൽ കൂടെ എടുത്ത് പൊന്തിച്ച് വണ്ടിയിൽ ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ അന്നത്തെ ദിവസം അച്ഛനും ചിത്തോടനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ടൂർണമെൻറ്റിന് പോർക്കായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടിയാണ്, പിന്നെ ചേട്ടനും കൂടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫുൾ അച്ഛൻ കുഞ്ഞൊന്ന് പണിയെടുക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാ നിവർന്ന് നിൽക്കുന്ന അച്ഛനെ കണ്ടോളൂ. അപ്പോൾ നമുക്കിതിനി വെൺകുളത്ത് വല്ല ക്ലാസ്സിലെത്തിക്കണം. അപ്പോൾ അവിടുന്ന് ഇത് 2ാം നിലയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് എത്തിക്കുക പറഞ്ഞ ടാസ്ക്കാണ്. സാധാ സ്റ്റെയർ അല്ല, നല്ല ഇടുങ്ങിയ സ്റ്റെയർസാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ചിത്തോടൻ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ. അടിപൊളി, നല്ല രസമല്ലേ. അപ്പം അച്ഛന് നമ്മൾ പുതിയ ക്ലാസ് കയറിയിട്ട് ഡ്രില്ലിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടൻ്റെ കൂടെ പെട്ടിയോട്ടോയിൽ പോവാണ്. കുറേ കാലമായിട്ടോ ഞാൻ പെട്ടിയോട്ടോയിലൊക്കെ ഇങ്ങനെ പോയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു, പണ്ട് പോയതൊക്കെ. അധികവും പണ്ട് പോകുമായിരുന്നു കേട്ടോ ഇതേപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ. പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെ ആ റൂട്ടിൽ ബസ്സൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ട ഓട്ടോയ്ക്കൊക്കെ കൈ കാണിക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതേപോലെ പെട്ടി ഓട്ടോയിലൊക്കെ സ്കൂളിൽ പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇതേപോലെ ട്രെയിൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇതേപോലെ അറിയാത്ത ചേട്ടനെ കൈ കാണിച്ച് പെട്ടി ഓട്ടോയിൽ കയറിയിരുന്ന് പോയ ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇവിടെ അപ്പം തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയതാണ്. ഏട്ടൻ എത്താൻ പറ്റിയില്ല, ടൂർണമെൻറ്റിലായിരുന്നു കരാട്ടയുടെ. അപ്പോൾ ഇത് കേട്ടിൽ സത്യം പറഞ്ഞ ടാസ്ക്കാണ്. ചെറിയൊരു സ്റ്റെയർ കേസാണ്. ഇവർ എന്താ പറയുക, ആ ആദ്യത്തെ നില കയറി എന്ന് അങ്ങനെ വലിച്ച് കയറ്റാനുള്ള ഒരു പരിപാടിയിലാണിപ്പോൾ. അച്ഛൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ വർഷം, 30 വർഷത്തോളമായിട്ടോ. അപ്പോൾ ഒരു 20 വർഷം മുന്നേ റെൻറ്റിന് എടുത്ത ക്ലാസ് മറ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ ബിൽഡിങ്ങിനുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഫെസിലിറ്റീസൊന്നും സത്യം പറഞ്ഞാൽ ബിൽഡിങ്ങിനില്ല. അപ്പോൾ നല്ല രീതിക്ക് പുതിയ ഫെസിലിറ്റിയോട് കൂടി പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ക്ലാസ് റെൻറ്റിനെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ വേറെ സ്കൂൾസിലെല്ലാം ക്ലാസ് ഉണ്ട്, ഇവിടെ നല്ല രീതിക്ക് പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും വർഷമായിട്ട് ഇതൊന്നും നമ്മൾ എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ, ഇത് ഒഴിവാക്കാതെ ക്ലാസ് തുടർന്നു പോകുന്നത്. എന്തായാലും കയറ്റാൻ വന്നവർ കുറച്ചധികം ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ അത്യാവശ്യം കേടുപാടൊന്നും പറ്റാണ്ട് മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ഫുൾ മാറ്റിട്ട ക്ലാസ്സാണ്. നല്ല രീതിയിൽ എല്ലാ എക്യുപ്പൈഡായ ക്ലാസ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അടിപൊളിയാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇപ്പോഴൊന്നും നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുറേ സ്ഥലം അന്വേഷിച്ച് നടത്തായിരുന്നു. ഇത്രയും സ്പേഷ്യസ് ആയ ഒരു സ്ഥലം നമുക്ക് ഈ കണ്ണൂർ ടൗണിൽ തന്നെ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടിയത് ഇതിനെക്കാട്ടും സ്പേസ് കുറവാണ്, പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ സാധനം എത്തിച്ച ഉടനെ അച്ഛൻ വന്നു, അച്ഛൻ പണിയും തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ, പിന്നെ മെയിനായിട്ട് ഇതിന് കവർ ചെയ്യണം. അതായത് ഒരു ഷീറ്റ് ACP ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കളറ് ഒരു ക്രീം
ഓഫ് വൈറ്റ് ടച്ച് വരുന്ന ഐവറി ഷെയ്ഡ് വരുന്ന ഒരു ബോർഡാണ്. അത് അതിൻ്റെ ബാക്കിൽ ചാരി വെച്ചതാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് നമ്മുടെ പുതിയ ക്ലാസ്സിൽ പെയിൻറ്റ് സീലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് 2 ദിവസമായിട്ടോ. പക്ഷെ നമുക്ക് 2 ദിവസം ഭയങ്കര തിരക്കായിരുന്നു, പോയി നോക്കാൻ പോലും പറ്റിയില്ല. എന്ത് കളറാണ് അവർ അടിച്ചതെന്ന് പോലും നമ്മൾ നോക്കാണ്ട് സമയം കിട്ടിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ക്ലാസ് ബിൽഡിംഗ്. ഈ SBയുടെ നേരെ മുകളിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മറ്റേ ലൈറ്റ് ബോർഡൊക്കെ വെക്കണം, പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറം പണിയൊക്കെ. പിന്നെ ഇനി ഉള്ളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിൽ കുറേ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റുഡിയോ ക്ലാസ് പോലെ ചെയ്യാനാണ് പരിപാടി. അപ്പോൾ അവർ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. അപ്പോൾ ഇനിയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റിസപ്ഷൻ്റെ അടുത്തേക്ക് പോകാം, എന്തായി നോക്കാം. നമ്മുടെ റിസപ്ഷന് കുപ്പായ ഇട്ട് കൊടുക്കുകയാണ് എന്ന് പറയും, ബോർഡൊക്കെ ഫിറ്റ് ചെയ്യാണ്. ആ ഒരു റൗണ്ട് ഷേപ്പിൽ വളച്ചെടുത്ത് ബോർഡ് അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഈ കളർ ഇഷ്ടമായി കേട്ടോ. വൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായത് ഈ കളർ തന്നെയാണ്. CP മുഴുവൻ കവർ ചെയ്തു. പിന്നെ തട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടൊക്കെ വെച്ചു തോന്നുന്നു. തട്ട് വെച്ചോ നോക്കട്ടെ കേട്ടോ. അടിയിൽ കുറച്ച് തട്ട് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. തട്ട് മാത്രമല്ല നമ്മൾ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല താഴത്തെ ഡോറൊക്കെ വെക്കുന്നത്. അതാ റൗണ്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കണ്ടേ. അടിപൊളി സംഭവം, അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ മാർബിളാണ് വെക്കണമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അടിപൊളിയാവും. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടോ, ഡോറൊക്കെ അടിപൊളി. തട്ട് എന്താ പറയുക, കണ്ടറിഞ്ഞ് വെച്ച പോലെ ഓരോന്നും. നടുക്കൊരു തട്ട്, കുഞ്ഞി തട്ട്, അത് അച്ഛൻ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചേ ഇല്ല ലോക്കൊക്കെ ഉണ്ടാവുമെന്ന്. അടിപൊളി. ഇതൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് മരത്തിൽ ചെയ്യിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, എന്തായാലും നമ്മൾ ചോദിച്ചു പുതിയ ക്ലാസ്സിന് വേണ്ടിയിട്ട് 70,000-80,000 രൂപയ്ക്കായിരുന്നു കേട്ടോ പറഞ്ഞത്. സോ ആ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ആ മാർബിളും കൂടി വന്നാലുണ്ടല്ലോ സംഭവം എന്താ പറയുക, അടിപൊളിയാവും. മരത്തിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അത് ഇരുമ്പ് ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ബോർഡ് കവർ ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജിത്തോണൊക്കെ കണ്ടിട്ട് ഞെട്ടി. ജിത്തോണ് മരത്തിൻ്റെയൊക്കെ ചെയ്യാൻ കൊടുക്കും, പുറത്ത് ഇരുമ്പിൻ്റെ വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് അടിച്ച കേട്ടോ. അങ്ങനെ നമ്മുടെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സാധനം കുട്ടപ്പനായി. ഇനിയിപ്പോൾ ഇതിൽ ഒരു ചെയറും കൂടെ അതിൻ്റെ ഒരു കുറവുള്ളൂ, ഉള്ളിലൊരു ചെയർ ഇടണം. അങ്ങനെ സംഭവം ഫുൾ കംപ്ലീറ്റായി. ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, പുറത്തൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതേപോലെ എൻ്റെ അച്ഛനെ പോലത്തെ ഒരാൾ വേണമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓഫീസിലൊക്കെ ഇങ്ങനെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. വുഡിലൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പൊക്കെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ് കേട്ടോ പറയണത്. നമ്മുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. 80,000 ഓരോ ആൾക്കാരും നമുക്ക് കൊട്ടേഷനൊക്കെ തന്നത് നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ബൈ.